നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിങ്. ഓക്കെ, 15 മിനിറ്റ് ഇടവിട്ട്, കുറഞ്ഞത് 1 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഈ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. നോക്കുന്നത് നിങ്ങളുടെ പ്രോഫിറ്റ് കൂട്ടാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹോൾഡ് ചെയ്തിരിക്കാനുമുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്, നിങ്ങൾ മൊബൈലിൽ ട്രേഡ് എടുക്കുക, അനലൈസ് ചെയ്യുന്നത് ലാപ്പിൽ കമ്പ്യൂട്ടർ എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ട്രേഡ് എടുത്തു കഴിഞ്ഞ് SL-ഉം ടാർഗറ്റും ഒക്കെ വച്ച് കഴിഞ്ഞാൽ പിന്നെ ആ P&L നോക്കരുത്. ആ P&L ബ്രോക്കറുടെ അക്കൗണ്ട് വേണമെങ്കിൽ ഓഫ് ചെയ്തിടുക, എന്നിട്ട് മൊബൈലിൽ മാറ്റി വയ്ക്കുക. നിങ്ങളുടെ സൈക്കോളജി ഇതുവരെ സെറ്റാകാതെ ഇരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ P&L പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്, നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. സ്ട്രാറ്റജി എന്നുള്ളത് ഇൻട്രാഡേ ചെയ്യുമ്പോൾ അതൊരു ബിസിനസ്സായി മാത്രമേ കാണാവൂ. ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവൂ. അല്ലാതെ ഇമോഷനോ അഡിഷനോ ഇൻട്രാഡേയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സംഭവം പൊളിയും. അടുത്തുള്ളത്, പ്രീമിയം കൂടുന്നുണ്ടോ എന്ന് നോക്കുക. പ്രീമിയം കുറഞ്ഞാൽ പ്രോഫിറ്റ് കുറയും അല്ലേ. അതുപോലെ തന്നെ വേഗ വാല്യൂ, IB ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി കൂടുകയാണോ, അതിൽ വേഗ വാല്യൂ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കുക. വേഗ വാല്യൂ കൂടിയാൽ പ്രോഫിറ്റ് കൂടും. അതുപോലെ ഇന്ത്യ വിക്സ് താഴേക്ക് പോവുകയാണോ, അത് കുറയുകയാണോ കൂടുകയാണോ അല്ലേ എന്ന് നോക്കുക. അതോ മാർക്കറ്റിനൊപ്പമാണോ പോകുന്നത് നോക്കുക. അതുപോലെ തന്നെ ഗാമ വാല്യൂ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അല്ലേ. ഗാമ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും അല്ലേ. ആക്സിലേറ്ററാണ് ഗാമ വാല്യൂ. അതുപോലെ തന്നെ തീറ്റ വാല്യൂ കുറയുന്നുണ്ടോ നോക്കുക. തീറ്റ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ബയ്യേഴ്സിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് കുറയും അല്ലേ, സെല്ലേഴ്സിന് പ്രോഫിറ്റ് കൂടും. എക്സ്പയറി ഡേറ്റ് ആണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് തീറ്റ വാല്യൂ കൂടുതലായിരിക്കും, അപ്പോൾ നോക്കി വേണം ട്രേഡ് ചെയ്യാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തീറ്റ വാല്യൂ കൂടുതലുള്ളപ്പോൾ ട്രേഡ് എടുക്കരുത് അല്ലേ. പിന്നെന്താണ്, സപ്പോർട്ടിങ് ക്യാൻഡിലാണോ റെസിസ്റ്റൻസിങ് ക്യാൻഡിലൊക്കെയാണോ വരുന്നത്, അത് സൈഡ് വൈസ് മാർക്കറ്റാണോ, എന്താണ് ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷൻ കാണിക്കുന്നത് അല്ലേ. സൈഡ് വൈസായി കാണിക്കുന്നുണ്ടോ, റിവേഴ്സ് കാണിക്കുന്നുണ്ടോ, അപ് ട്രെൻഡാണോ, ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണോ, സ്വിങ്ങുകൾ സപ്പോർട്ടാണോ, ഹയർ ഹൈ ആണോ, ഹയർ ലോ ആണോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അല്ലേ, ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ ട്രേഡിൻ്റെ അത്യാവശ്യ ന്യൂസുകളും നിങ്ങൾ നോക്കേണ്ടതുണ്ട്.